സെന്ന് സ്റ്റാർട്ടാവും. ആക്സിലേറ്റർ ഒന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. ഇത് കാർബറേറ്റർ വണ്ടിയാണ്. സിമ്പിൾ കംപ്ലൈന്റ്, ഒരുപാട് പേർക്ക് പണി കിട്ടുന്ന കംപ്ലൈന്റ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം എയർ ഫിൽറ്റർ അയച്ച് മാറ്റുക. കാർബറേറ്ററിന്റെ ബാക്ക് സൈഡിലാണ് സ്ലോ സ്പീഡ് ജെറ്റ്. ഈ ഉള്ളിലൊരു പിച്ചള കാണുന്നില്ലേ, അതാണ് സ്ലോ സ്പീഡ് ജെറ്റ്. അപ്പോൾ നമ്മൾ ഇത് അയച്ചെടുക്കും. പിന്നെ ഇതേ താഴെ ഇവിടെ ഒരു എയർ സ്ക്രൂ ഉണ്ട്. ഈ എയർ സ്ക്രൂ അയച്ചെടുക്കുക. ഇത് രണ്ടും അയച്ചെടുക്കുക. ഇപ്പോൾ ജെറ്റിൻ്റെ പുറയിൽ ഒരു 8-ൻ്റെ സ്ക്രൂ അല്ലെങ്കിൽ ഒരു ബോൾട്ട് ഉണ്ടാവും. അത് നമ്മൾ അയച്ചെടുക്കുക. അതങ്ങ് അയച്ച് ആ ഒരു ചെറിയൊരു ലോക്കൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ സൂക്ഷിച്ച് അയച്ചെടുക്കുക. ഇതേപോലത്തെ ഒരു സ്ക്രൂ എടുക്കുക. സ്ക്രൂ ഉള്ളിലേക്ക് മെല്ലെ ടൈറ്റ് ചെയ്ത് കയറ്റുക. അപ്പോൾ ടൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നോസ് പ്ലെയറോ പ്ലെയറോ എന്തെങ്കിലും കൊണ്ട് നൈസായിട്ട് ആ സാധനം മെല്ലെ പുറത്തേക്ക് എടുക്കുന്ന വഴി ചാടിപ്പോവും, ശ്രദ്ധിക്കുക. ഇപ്പോൾ ചാടിപ്പോവാതെ മെല്ലെ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഹോൾ അടഞ്ഞിരിക്കുക. അതിന് നടുക്കൊരു ഹോൾ ഉണ്ട് കേട്ടോ, അത് അടഞ്ഞിരിക്കുക കേട്ടോ. അതാട്ടോ കംപ്ലൈൻറ്റ്. കണ്ടോ, ഇത് ഓപ്പൺ ആയിരിക്കണം കേട്ടോ, മറ്റേത് അടഞ്ഞിരിക്കണം, അതാണ് കംപ്ലൈൻറ്റ്. അത് കഴിയുമ്പോൾ നമ്മൾ താഴത്തെ എയർ സ്ക്രൂ അയക്കുക. എയർ സ്ക്രൂ അയക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഒരു റബ്ബറിൻ്റെ വാഷർ ഉണ്ട്, അത് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ വേറൊരു റബ്ബറിൻ്റെ വാഷർ ഇടണം. പിന്നെ രണ്ട് അയച്ചെടുത്തിട്ട് താക്കോൾ ഓൺ ആക്കിയിട്ടുണ്ട് മേലിൽ നിന്ന് സ്പ്രേ അടിക്കുക. മേലിൽ നിന്ന് സ്പ്രേ അടിക്കുമ്പോൾ താഴേന്ന് സ്പ്രേ പുറത്തേക്ക് ആവും. ആ എയർ സ്ക്രൂവിൽ നിന്ന് സ്പ്രേ പുറത്ത്. അപ്പോൾ ഈ താഴെ എയർ സ്ക്രൂവിൽ ഒരു റബ്ബറിൻ്റെ വാഷർ വരും. ഇപ്പോൾ വാഷർ ഇല്ല, അപ്പോൾ റബ്ബറിൻ്റെ വാഷർ നമ്മൾ നിർബന്ധമായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പുതിയ സ്ലോ സ്പീഡ് ജെറ്റ് അല്ലെങ്കിൽ അഴുക്ക് ക്ലീൻ ചെയ്തിട്ട് ലൈറ്റായിട്ട് ടഫ്ലോൺ ചെറ്റിയിട്ട് ഈ സാധനം നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി അത് കറക്റ്റായിട്ട് ഉള്ളിൽ കയറ്റി വയ്ക്കുക. എന്നിട്ട് സ്കൂട്ടറെ കൊണ്ട് മെല്ലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് അവരോട് ഒരു ലോക്ക് ഉണ്ട്, ആ ലോക്ക് കറക്റ്റായിട്ട് സൂട്ടാകുമ്പോൾ അതിന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മറ്റേ സാധനം ഞാൻ കാണിച്ചു തരാം. ആ സാധനം കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്, ആവശ്യത്തിന് മാത്രം ടൈറ്റ് ചെയ്യുക. ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും സ്ലോ സ്പീഡ് നിൽക്കത്തില്ല, ആവശ്യത്തിന് മാത്രം ടൈറ്റ് ചെയ്യുക. അപ്പോൾ അത് പ്രോപ്പറായി ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ എയർ സ്ക്രൂവില്ലേ, നമ്മൾ ആദ്യം കാണിച്ച എയർ സ്ക്രൂ, ആ എയർ സ്ക്രൂവിൻ്റെ അവിടെ നമ്മൾ ഒരു സാധനം കട്ട് ചെയ്തിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. അതേപോലെ ഒരു റബ്ബറിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതും കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് അപ്പോൾ അത് രണ്ട് ചെയ്തപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടിങ് ആയി. ഈ സ്ക്രൂ മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് RPM കുറവ് വരുമ്പോൾ ലൂസ് ചെയ്തിട്ട് മാക്സിമം RPMത്തിൽ സെറ്റ് ആക്കുക. എൻ്റെ RPM കൂടുതലാണെങ്കിൽ നമ്മുടെ ഈ RPMൻ്റെ സ്ക്രൂവിൽ ലൂസാക്കി കൊടുത്തിട്ട് കറക്റ്റ് ഈ ഒരു വാക്വോസ് കൂടെ പെട്രോൾ വരും കേട്ടോ. അത് ഡയഫ്രം കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നതാണ്. ഒന്നല്ലെങ്കിൽ ഡയഫ്രം മാറുക അല്ലെങ്കിൽ പൈപ്പ് ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ ഈ കാണുന്നതാണ് PC വാൽവിലേക്കുള്ള കണക്ഷൻ. ഈ PC വാൽവ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും സ്ലോ സ്പീഡ് നിൽക്കത്തില്ല. മറ്റേ ഞാൻ ആദ്യം കാണിച്ച ആ പെട്രോൾ കയറി വരുന്ന പൈപ്പ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും സ്ലോ സ്പീഡ് നിൽക്കത്തില്ല. ഇത്തരം പണി ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഈ വണ്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചില കേസുകൾ പെട്ടെന്ന് റിപ്പീറ്റ് കംപ്ലൈൻറ്റ് ഒക്കെ വരും, അഴുക്കൊക്കെ കയറി അടഞ്ഞു കഴിഞ്ഞാൽ വരും. പിന്നെ ചില അപൂർവ കേസുകൾ കാർബറേറ്റർ മാറേണ്ട ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട് കേട്ടോ, ഈ സ്ലോ സ്പീഡ് കംപ്ലൈൻറ്റ് ആകുമ്പോഴേ.